ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അത് പറഞ്ഞപ്പോഴൊരു കാര്യം ഓർമ്മ വന്നത്. കഴിഞ്ഞ ദിവസം ഹോസ്പിറ്റൽ ക്യാന്റീനിൽ വെച്ച് ഞാൻ നമ്മുടെ വിഷ്ണുവിനെയും ഭാര്യയും കണ്ടിരുന്നു. അവരൊന്നും പറഞ്ഞില്ലായിരുന്നോ? എവിടെയില്ലാത്ത വാശിയും വൈരാഗ്യവും കാണിക്കാതെ നീ ഇവളെ പൊന്നുപോലെ നോക്കി രോഹിത്തിന്റെ കൂടെ സ്നേഹത്തോടെ കഴിഞ്ഞിരുന്നെങ്കിൽ എന്റെ നിഴൽ പോലും വരില്ലായിരുന്നു നിന്റെ ജീവിതത്തില്. ഇപ്പൊ അതാണോ അവസ്ഥ? ദേ പപ്പിയെ, എന്റെ മോള, ഞാൻ പ്രസവിച്ച എന്റെ രക്തത്തിൽ പിറന്ന മോള്. ഇവളെ കാണാൻ ഞാൻ വരും. ഇവിടെ നിന്ന് അവളെ ശുശ്രൂഷിക്കുകയും ചെയ്യും. അതെ, എന്റെ അവകാശ. ഹൃദയം പറിച്ചു തരുന്ന വേദനയോടെ ഞാൻ ഇവളെ നിനക്ക് തന്നതേ നിന്റെ ജീവിതത്തിൽ ഒരു ദുഃഖം വരാതിരിക്കാനാ. എന്നിട്ട് സ്വന്തം ജീവിതം നശിപ്പിക്കുന്നതും പോരാഞ്ഞിട്ട് ഈ എട്ടും പൊട്ടും തിരിയാത്ത കുഞ്ഞിന് കൂടി നീ എന്തെങ്കിലും സ്വസ്ഥതയും സമാധാനവും കൊടുക്കുന്നുണ്ടോടി? അച്ഛനും അമ്മയും സ്നേഹിച്ച് ഒത്തൊരുമയോടെ കഴിയുന്നത് കണ്ട കുഞ്ഞുങ്ങൾ വളരേണ്ടത്. ഇതിപ്പം എപ്പോ വേണേലും പൊട്ടാൻ നിൽക്കുന്ന ഒരു ബലൂൺ പോലെയല്ലേ നിന്റെ രോഹിത്തിന്റെ ജീവിതം. ദേ, ഇനി ഇവളെ നരകിപ്പിക്കാനായിട്ട് നിനക്കൊരിക്കലും ഞാൻ വിട്ടുതരില്ല. പറഞ്ഞു. അയ്യോ സത്യമേ, നടക്കരുതെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുള്ളതല്ലേ? എത്ര നേരം വെച്ചാ പൊന്നെ അവിടെ ഇരിക്കുന്നത്? കൈയും കാലൊക്കെ ഒന്ന് അനങ്ങണ്ടേ? ഒരേ ഇരിപ്പിരുന്ന ഞാൻ ആ ഇരിപ്പിലിരുന്ന് അങ്ങ് ചത്തുപോത്തേ ഉള്ളൂ. ഞാൻ എന്തായാലും ഇവിടെ കുറച്ചു നേരം ഒന്ന് ഇരിക്കട്ടെ. നീ നിന്റെ ജോലി ചെയ്തോ. എനിക്ക് വേണ്ടി നിന്റെ പണിയൊന്നും മാറ്റി വെക്കണ്ട. ആരാന്ന് പോയി നോക്കിയേ. ആരാ? പരിചയമില്ലാത്തവരാ സത്യമേ. നോക്കൊന്നും വേണ്ട. സത്യാമ്മയുടെ വീട്ടിലേക്ക് കയറി വരാൻ എനിക്ക് ആരുടെ അനുവാദം ഒന്നും വേണ്ട. അയ്യോ, ഇതാര്? രാധാമണിയോ? ഇതെന്താ ഈ വഴിക്കൊക്കെ? വരേണ്ട ഒരു കാര്യം ഉണ്ടായ പിന്നെ വരാതിരിക്കാൻ പറ്റുമോ? മനോജേട്ടനെ സത്യാമ്മയ്ക്ക് പരിചയമുള്ളതല്ലേ? പിന്നെ അറിയാതിരിക്കോ? ഇരിക്കേ. വാ ചേട്ടാ. കുടിക്കാൻ എന്താ വേണ്ടേ? ചായയാണോ കാപ്പിയാണോ? പൊന്നി? അതെ, ഒന്നും വേണ്ട. മനോജേട്ടൻ ഇവിടെ ഏതോ ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ കയറണമെന്ന് പറഞ്ഞ് മുള്ളേ നിക്ക. അതുകൊണ്ട് വന്ന കാര്യം പറഞ്ഞിട്ട് പെട്ടെന്ന് ഞങ്ങൾക്കങ്ങ് പോകണം. അങ്ങനെ പറഞ്ഞാലൊന്നും പറ്റില്ല. പൊന്നി, പോയി ചായ എടുത്തോണ്ട് വാ. എനിക്കൂടെ എടുത്തോ. എത്ര നാളായി കണ്ടിട്ട്. വരുന്ന വിവരം ഒന്ന് വിളിച്ചു പറഞ്ഞുകൂടായിരുന്നോ? എല്ലാം പെട്ടെന്ന് തീരുമാനിച്ചതാ. പിന്നെ സത്യാമ്മയ്ക്കൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതി. അല്ല, നിങ്ങളിങ്ങനെ സംസാരിച്ചോണ്ടിരുന്നാ മതിയോ? വന്ന കാര്യം പറയണ്ടേ? ഓ, അത് ഞാനങ്ങ് മറന്നു. മോടെ കല്യാണമാണ്. ശ്രേയക്കുട്ടിയുടെ കല്യാണമായോ? പിന്നല്ലാതെ. എത്ര നാള് കാത്തിരുന്നിട്ട് കിട്ടിയ നിധിയാ അവള്. സത്യാമ്മ അവളെ കളിയാക്കിക്കൊണ്ടിരുന്ന പേര് അവൾ എപ്പോഴും പറയും. വൈകി വന്ന വസന്തം. ഇങ്ങോട്ടാണെന്ന് അറിഞ്ഞപ്പോ ഞങ്ങളോടൊപ്പം വരാനിറങ്ങിയതാ. പെട്ടെന്ന് അവളുടെ ഒരു ഫ്രണ്ടും ഫാമിലിയും കയറി വന്നു. അല്ലെങ്കിൽ അവളും ഞങ്ങളോടൊപ്പം വന്നേനെ. അപ്പോ ഈ മാസം 18-നാണ് കല്യാണം.
തലേദിവസം തന്നെ എല്ലാരും വരണം. നീ ഇപ്പോഴും മധുരയിലെ ഹോസ്പിറ്റലിൽ തന്നെയാണോ? ഹെഡ് നഴ്സായി പ്രൊമോഷൻ കിട്ടിയെന്ന് മാത്രം. ആ, അത് പറഞ്ഞപ്പോഴൊരു കാര്യം ഓർമ്മ വന്നത്. കഴിഞ്ഞ ദിവസം ഹോസ്പിറ്റൽ ക്യാൻറ്റീനിൽ വെച്ച് ഞാൻ നമ്മുടെ വിഷ്ണുവിനെയും ഭാര്യയും കണ്ടിരുന്നു. അവരൊന്നും പറഞ്ഞില്ലായിരുന്നോ? മധുരയിലോ? വിഷ്ണുവും ഭാര്യയും കൂടെ വന്നിരുന്നെന്നോ? നിനക്കിനി ആള് തെറ്റിയതാണോ? എനിക്കോ? വിഷ്ണുവിനെയോ? ഞാൻ ഇവിടെ എടുത്തോണ്ട് നടന്ന കുട്ടിയല്ലേ അവൻ. അവൻ ഏത് വേഷത്തിൽ വന്നാലും എനിക്ക് തിരിച്ചറിയും. മോളിങ് വന്നേ. മോളും വിഷ്ണുവും കൂടി എന്തെങ്കിലും മധുരയിൽ പോയിട്ടുണ്ടായിരുന്നോ? മധുരയില് ഇല്ല. അല്ല, ഇതാരാ? ഇതാ വിഷ്ണുവിന്റെ ഭാര്യ, ഇവിടുത്തെ കളക്ടർ ശാലിനി. രാധാമണിയല്ലേ പറഞ്ഞേ മധുരയിലെ ഹോസ്പിറ്റലിൽ വെച്ച് ഇവരെ കണ്ടെന്ന്? ഞാൻ കണ്ടെന്ന് പറഞ്ഞത് ശരിയാണ്. പക്ഷേ അന്ന് വിഷ്ണു ഭാര്യയാണെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയത് വേറൊരു പെൺകുട്ടിയായിരുന്നല്ലോ. ആ, എനിക്ക് ഉറപ്പുണ്ടെന്നേ. അന്ന് അവൻ ഭാര്യയാണെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയത് ഈ ശാലിനിയല്ല. അപ്പൊ പിന്നെ അവന്റെ കൂടെ അവിടെ വന്ന പെണ്ണാരോ? ആ, ഹലോ. ആ, വന്നോ? എന്നാ അവിടെ നിക്ക്, ഞങ്ങളിതാ എത്തി. ദാ അവര് ബസ് സ്റ്റാൻഡിലെത്തി. ഓ, നമ്മളിനിയും വൈകിയ എന്നാ പിന്നെ നമുക്ക് ഇറങ്ങിയാലോ? എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. ഞാൻ പറഞ്ഞില്ലേ, മനോജന്റെ ഫ്രണ്ട്സ് അവിടെ ബസ് സ്റ്റാൻഡിൽ വന്നിരിക്കുന്നുണ്ട്. മോളുടെ കല്യാണോ? തലേദിവസം തന്നെ വരണം കേട്ടോ. സത്യാമ്മേ, എല്ലാരെയും കൂട്ടി വന്നേക്കണം. കല്യാണത്തിന് എല്ലാവരും തലേദിവസം തന്നെ വന്നേക്കണം. ആ, പിന്നെ നമ്മുടെ വിഷ്ണുവിനെ ഒന്ന് ശ്രദ്ധിച്ചോളണം. ഇല്ലെങ്കിൽ നാട് മുഴുവൻ സത്യാമ്മയ്ക്ക് മരുമക്കളെ കാണേണ്ടി വരും. പലരും അന്വേഷിച്ച് വന്നെന്നും ഇരിക്കും.